ഹലോ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് റോബ്ലോക്സിലെ പേരെന്തോ ബീറ്റ എന്ന് പറയുന്ന നല്ല അഴകാன ഒരു ഗെയിം ആയിട്ടാണ്. ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്ന സ്ഥലം, ബേബീസിനൊക്കെ എടുക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബേബിനെ അഡോപ്റ്റ് ചെയ്യാം. അഡോപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് ഏത് ബേബി വേണം, ബേബിൻ്റെ നെയിം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അഴകായിട്ടുള്ളൊരു നമുക്ക് അഴകാன ഒരു കുളമേ കിടക്കും. അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് നോക്കാം. കിട്ടി ഗൈസ്. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ കിട്ടി. എൻ്റെ കയ്യിൽ കണ്ട നല്ല ഭംഗിയുള്ള കുഞ്ഞാണ്. വഴക്കാരിക്കാം കുളമ്പയെ പക്കത്തേക്ക്. ഓക്കെ 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 ബേബി. ഓക്കെ ഗായ്സ്, ബേബി എങ്ങനെ കരച്ചിലാണ്. നമുക്ക് ബേബിക്കുള്ള പാൽ റെഡിയാക്കാം. പാൽ പൗഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ മിൽക്ക് പൗഡർ നമ്മൾ ഈ ഫീഡിംഗ് ബോട്ടിൽ ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലെ ഓരോ ടീസ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ആക്കണം. ഇഞ്ചി കട്ട് പണ്ണலாம். ഓക്കെ, മിൽക്ക് റെഡിയായി. ഇനി നമുക്ക് ഇത് കുഞ്ഞിന് കൊടുക്കാം. നമ്മൾ ഹലോ ബേബി ഇങ്ങനെ വഴക്കാ இந்த മിൽക്ക് കുടിച്ചിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ കുഞ്ഞ് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പം കുഞ്ഞിനെ കുളിക്കണം. അപ്പോൾ കുളിപ്പിക്കാനായിട്ട് നമുക്കിതിനെ വാഷ്റൂമിൽ കൊണ്ടുപോകാം. ഇതിൻ്റെ കരച്ച ശബ്ദം സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്ക് വേഗത്തിൽ ഓടാം. എങ്ങനെയെങ്കിലും വാഷ്റൂമിൽ എത്തിയാൽ മതി. അങ്ങനെ ഇതാ ഇവിടെ എത്തി. ഒരു വിധത്തിൽ ഇവിടെ എത്തിയത്. ഇനി നമുക്കിതിനെ വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞില്ല. അപ്പോൾ ഇതിന് വീണ്ടും കരയാൻ തുടങ്ങി. ഇതിന് ഉറങ്ങണം എന്നാണ് തോന്നുന്നത്. നമുക്ക് വരക്കാനുള്ള ബെഡ് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ അതിലേക്ക് കിട്ടിയ സ്ഥലം കിട്ടി. കുഞ്ഞുങ്ങളെ ഉറക്കണം. കുഞ്ഞു തൊട്ടിലതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുക്കുള്ള ഞാനൊരു ബേബിയെ അടുക്ക വെച്ച് നമുക്ക് ഉറക്കിയാലോ. എന്ത് ക്യൂട്ടാണ് കാണാൻ. കുഞ്ഞു തോന്നുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരട്ടെ. മാജിക് പാക്കലാമ അമ്മ കുട്ടിൻ്റെ മുഖം, അതായത് വെക്സ് മാറ്റുന്നത് എങ്ങനെയാണ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആണ് വെക്സ് മാറ്റുന്നത്. കുട്ടീൻ്റെ ഓപ്ഷൻസ് എടുത്തിട്ട് അതിൽ ഫേസ് നമുക്ക് സെലക്ട് ചെയ്യാം. ഈ സൈഡിൽ നമുക്ക് കുറേ ബോൾസ് ഒക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ടോ. അത് കുറച്ചൊക്കെ വലുതായി ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞ് ഇരിക്കുന്ന പ്രായമാകുമ്പോൾ കളിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെ ഇരുത്തി കൊടുത്താൽ കുഞ്ഞ് കളിക്കും. അപ്പോൾ നമുക്ക് കുഞ്ഞിന് വലുതാക്കി എടുക്കണം. എന്നിട്ട് വേണം അവിടെ ഇരുത്തി കളിപ്പിക്കാനൊക്കെ. കുഞ്ഞ് ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി നേരെ ഓടുന്നത് വാഷ്റൂമിലേക്കാണ്. ഡൈപ്പർ മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഡൈപ്പർ മാറ്റണ്ട, ഡൈപ്പറിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കരുതി അടുത്ത് തന്നെ ഉള്ള ഫേസൊക്കെ വാഷ് ചെയ്യുന്ന ഒരു സ്ഥലത്തിട്ട് വന്നിട്ട് കുഞ്ഞിൻ്റെ ഫേസൊക്കെ നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. ക്യൂട്ടല്ലേ കുഞ്ഞിനെ കാണാൻ. അതിന് നിഷ്കളങ്കായിട്ടുള്ള ആ ഒരു ഫേസ് കാണാൻ. അപ്പം ഞാൻ പെട്ടെന്ന് ഓടി വന്ന് കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരെ ഞാൻ ഓടി വന്നിട്ട് ഫീഡിംഗ് ബോട്ടിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫീഡൊക്കെ കഴിഞ്ഞു. അങ്ങനെ കുഞ്ഞിൻ്റെ ഈ ഓപ്ഷൻ അതാ കുഞ്ഞിൻ്റെ അതിൽ കാണുന്ന പച്ച SP എന്ന് പറയുന്നൊരു സ്ഥലം കണ്ടോ. അത് മുഴുവനായാലാണ് അടുത്ത കുഞ്ഞിനെ അൺലോക്ക് ആക്കാൻ പറ്റുള്ളൂ. അതായത് കുഞ്ഞിൻ്റെ വയസ്സ് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റുന്ന ഒരു സൈഡാണ്. നമുക്ക് എന്ത് പുതിയതായിട്ട് ഇതിൽ ഗെയിമിൽ കളിക്കണമെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ ഒരു പാരൻറ്റിനെ പോലെ ആക്കണമെങ്കിൽ